ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഇതെന്തൊരു മറിമായം! ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണല്ലോ. എന്ത് മാറ്റമാണ് അമിത്ഷാക്ക് സംഭവിച്ചത്? ഡൽഹി പോലീസിന് ഇതെന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? അമിത്ഷായുടെ വിശ്വസ്തരായ ഡൽഹി പോലീസിൽ നിന്നും ഇതുപോലെയുള്ള ഒരു സ്വഭാവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണല്ലോ. പറഞ്ഞു വരുന്നത്, ഡൽഹി കലാപം നടന്ന സമയത്ത് സംഘപരിവാറിന്റെ കൂടെ ചേർന്നുകൊണ്ട് കല്ലെറിയുന്ന ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി തീരെഴുതിയതാണ്, സംഘപരിവാറിനായിരിക്കും ഡൽഹി പോലീസിൽ മുൻഗണന ലഭിക്കുക എന്ന്. അതായത് കേസ് വന്നു കഴിഞ്ഞാൽ ഡൽഹി പോലീസിന്റെ സമീപനം സംഘപരിവാറിനൊപ്പമായിരിക്കും എന്നുള്ളത് നമ്മൾ തീരെഴുതി കൊടുത്തത് സംഘപരിവാറിനോടൊപ്പം നിന്ന് കല്ലെറിയുന്ന ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. അമിത്ഷായിൽ നിന്നും ഡൽഹി പോലീസിൽ നിന്നും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയും സംഭവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ഒരുപക്ഷെ അന്താരാഷ്ട്ര ലോകത്ത് മുസ്ലിം വിരോധം വലിയ ചർച്ചയാക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ താക്കീതുകൾക്കെങ്കിലും ഡൽഹി പോലീസ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. പറഞ്ഞു വരുന്നത്, ഡൽഹിയിലെ BJP MP ആയിട്ടുള്ള പർവേഷ് സിംഗിന്റെ വർഗീയ പ്രചരണത്തെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു വലിയ വർഗീയ പ്രചരണം അഴിച്ചുവിട്ടു. വ്യാജ പ്രചരണം എന്ന് വേണം പറയാൻ. മുസ്ലിങ്ങള് കൂട്ടമായി നിസ്കരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ച് അദ്ദേഹം പറഞ്ഞു, ലോക്ക്ഡൌൺ ആണ് എന്ന ഒരു ബോധം പോലും മുസ്ലിങ്ങൾക്കില്ല. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അഥവാ ഡൽഹി സർക്കാർ ശമ്പളം കൂട്ടിക്കൊടുക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. എന്തൊരു നാണക്കേടാണിത്! അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് ഡൽഹിയിലെ BJP MP ആയിട്ടുള്ള പർവേഷ് സിംഗ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതിയത്. പക്ഷേ ആ ചിത്രം വ്യാജമാണ്. അത് ലോക്ക്ഡൌൺ കാലത്തെ ചിത്രമല്ല, മറിച്ച് പഴയ കാലത്തെ ഒരു നിസ്കാര ചിത്രത്തെയാണ് അദ്ദേഹം ലോക്ക്ഡൌണിൽ പ്രചരിപ്പിച്ച് വലിയ ഒരു വർഗീയ വാദത്തിന്, വർഗീയ പ്രചരണത്തിന് തുടക്കമിട്ടത്. ഈ വിവരമറിഞ്ഞ ഡൽഹി പോലീസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ വളരെ വ്യക്തമായ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇത് ശരിയല്ല. ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. ഇത് തെറ്റ് തന്നെയാണ്. ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം MP-ക്ക് ഡൽഹി പോലീസ് തന്നെ നേരിട്ടിറങ്ങി നൽകുന്ന ഒരു ചിത്രമാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത്. അമിത്ഷായുടെ പോലീസിൽ നിന്ന്, അമിത്ഷായുടെ വിശ്വസ്തരായ ഡൽഹി പോലീസിൽ നിന്ന് ഇതെന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്താരാഷ്ട്ര ലോകത്ത് അമേരിക്കയിൽ നിന്ന് വരെ ഇന്ത്യയിലെ മുസ്ലിം വിരോധ നിലപാടുകൾക്കെതിരെ ശക്തമായ താക്കീതുമായി വരുന്ന സാഹചര്യത്തിൽ ഡൽഹി പോലീസ് ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ തയ്യാറായത് അമിത്ഷാക്കും ഡൽഹി പോലീസിനും എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തിയേറുന്നതിന് കാരണമായി. എന്തായാലും ഈ ഒരു നീക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമിത്ഷായിൽ നിന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് പ്രശംസനീയമാണ് എന്ന് പലരും ചോദിക്കുകയാണ്. ഇത് എത്ര കാലം ഉണ്ടാകും എന്ന്. അന്താരാഷ്ട്ര ലോകത്തെ വിമർശനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇത്തരം രീതികളിൽ നിന്ന് ഡൽഹി പോലീസും അമിത്ഷായും പിന്നോട്ട് പോകുമോ എന്നാണ് പലരും നവമാധ്യമങ്ങളിൽ ചോദിക്കുന്നുള്ളത്. എന്തായാലും ഈ ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.